ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീൽ അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിലേക്കുള്ള സ്ക്വാഡ് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചില പ്രധാനപ്പെട്ട താരങ്ങൾ ഇല്ലാതെയാണ് ബ്രസീൽ അടുത്ത മത്സരങ്ങൾക്ക് വരുന്നത്. നെയ്മർ ജൂനിയർ, വിനീഷ്യസ് ജൂനിയർ, അതുപോലെ തന്നെ റോഡ്രിഗോ, എഡർ മിലിറ്റാവോ തുടങ്ങിയ താരങ്ങൾ ആരും തന്നെ ഈ ഒരു സ്ക്വാഡിൽ ഇടം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കൂടി UOL പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഈ സ്ക്വാഡ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ 2 ബ്രസീലിയൻ താരങ്ങളെ പരിക്ക് പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 താരങ്ങൾക്കും സ്ക്വാഡിൽ ഉള്ള ആ ഒരു സ്ഥാനം നഷ്ടമാകും എന്നാണ് ഈ ബ്രസീലിയൻ മാധ്യമം കണ്ടെത്തിയിട്ടുള്ളത്. ഒരാൾ ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ജോലിൻഡൻ ആണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരത്തിൽ പരിക്കേൽക്കുകയും പുറത്തു പോവുകയും ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു താരം അത് അലക്സാൻഡ്രോയാണ്. നമുക്കറിയാം, ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന അലക്സാൻഡ്രോ ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ്. 2 താരങ്ങൾക്കും മസിൽ ഇഞ്ചുറിയാണ് അലട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 താരങ്ങളെയും ആഞ്ചലോട്ടി ഒഴിവാക്കിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. പകരക്കാരെ അധികം വൈകാതെ തന്നെ ഈ ഒരു പരിശീലകൻ പ്രഖ്യാപിച്ചേക്കും. നമുക്കറിയാം, ജോലിൻഡന്റെ പൊസിഷനിൽ മറ്റു താരങ്ങളെ ലഭ്യമാണ്. ലുക്കാസ് പക്കേറ്റ, ബ്രൂണോ ഗുയിമറസ് എന്നിവരൊക്കെ മധ്യനിരയിൽ കളിക്കുന്ന ഓപ്ഷനുകളാണ്. അതുപോലെ തന്നെ അലക്സാൻഡ്രോയുടെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലും മറ്റു ഓപ്ഷനുകൾ ഇപ്പോൾ ആഞ്ചലോട്ടിക്ക് ലഭ്യമാണ്. അതായത് ഡഗ്ലസ് സാന്റോസും കയോ ഹെൻറിക്കയും അവിടെയുണ്ട്. പക്ഷേ ഈ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് അലക്സാൻഡ്രോ തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തെ ഇപ്പോൾ ബ്രസീലിന് നഷ്ടമാവുകയാണ്. പകരക്കാരനെ ഉടൻ തന്നെ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചേക്കും. ഏതായാലും ചിലിയും ബൊളീവിയയുമാണ് ബ്രസീലിന്റെ എതിരാളികൾ. 2 മത്സരങ്ങളിലും വിജയം സ്വന്തമാക്കാൻ ബ്രസീലിന് സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.